തെലുങ്ക് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഘട്ടികാചലം എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ പടം എ റേറ്റഡ് ആണ്. ന്യൂഡിറ്റിയും സെക്ഷുവൽ സീൻസ് കാരണം എ റേറ്റഡ് ആയിട്ടല്ല, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എ റേറ്റഡ് കൊടുത്തിരിക്കുന്നത്. സോ ഇതില് നമ്മുടെ നായകൻ വന്നിട്ട് ഒരു എക്സ്ട്രീം ലെവൽ ഇൻട്രോവേർട്ട് ആണ്. സോ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സീൻ കാണിച്ചിട്ടാണ്. ആളൊരു MBBS സ്റ്റുഡന്റ് ആണ്. സ്വന്തം അമ്മയുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന ഭക്ഷണം വേണം, ഇന്നത് വേണ്ട എന്നുള്ള പറയാനുള്ള ധൈര്യം പോലും ആ ചെറുക്കനില്ല. രാവിലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഐ വാണ്ട് ബ്രെഡ് ഓംലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് റിഹേഴ്സൽ ഒക്കെ നടത്തും. എന്നിട്ട് കൊടുക്കണ ഉപ്മാവ് വാരിത്തുന്ന അണ്ണൻ പോവും. അതേപോലെ തന്നെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അണ്ണൻ ആൻസർ അറിയാം, പക്ഷെ അത് പറയില്ല, മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ആൾക്കൊരു കൊച്ചിനെ ഇഷ്ടമാണ്, എന്നാൽ കൊച്ചിന്റെ അടുത്ത് പോയി സംസാരിക്കാനുള്ള ധൈര്യം ആൾക്കില്ല. പെട്ടെന്ന് ഒരു ദിവസം ആളുടെ ചെവിയിൽ വന്നിട്ട് ആരോ ഇന്നത് നീ ചെയ്യ്, ഇല്ലെങ്കിൽ നിന്റെ ഫാമിലി ഇതാക്കും, അങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെക്കനെ ഡിസ്റ്റർബ് ചെയ്യാണ്. സോ പിന്നീട് ഇത് പ്രേതമാണോ അതുകൊണ്ട് ആൾക്കുണ്ടായ തോന്നലാണോ, അതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. തെലുങ്ക് സിനിമയാണെങ്കിലും ഹിന്ദി അതേപോലത്തെ തമിഴ് ഭാഷയിൽ അവൈലബിൾ ആണ്. ഇത് തമിഴിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ആരോ വന്ന് പറഞ്ഞില്ല, അത് വന്നിട്ട് മൊട്ട രാജേന്ദ്രന്റെ സൗണ്ട് പോലെ ഉണ്ട്. അപ്പൊ പേടിക്ക് വരം തമാശ ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ തെലുങ്ക് തന്നെയാണ് കണ്ടത്. കിഡു കൺസെപ്റ്റ് ആണ്. അതിന്റെ ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ അടിപൊളിയായിരുന്നു. അവിടെ അങ്ങോട്ട് കൈവിട്ടു പോയി. ഈ സിനിമയെ കൊളമാക്കിയത് ഇതിന്റെ റൈറ്റിംഗ് ആണ് പറയുന്നത്. ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. ആൻഡ് ടുവേർഡ്സ് എൻഡൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നും. ഇതിന്റെ ഇടയിൽ ഒരു സൈക്യാട്രിസ്റ്റ് വരുന്നുണ്ട്. സൈക്യാട്രിസ്റ്റ് വന്നിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ 1-2 സ്കാനിങ് എടുക്കണമെന്നല്ലാതെ വേറെ ഒന്നും കാണാനില്ല. സോ ഈ പയ്യന്റെ അച്ഛനൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. ഇത് ചെക്കൻ ഇങ്ങനെ കാണിക്കുന്നു പറയുമ്പോ നേരെ പോയിട്ട് കുറെ സന്യാസിയുടെ അടുത്ത് പോകുന്നുണ്ട്, കുറെ മൊയിലിയാരുടെ അടുത്ത് പോകുന്നുണ്ട്. അതൊക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. സോ ഇതിൽ വലിയ ഹൊറർ സീൻസും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് ഈ ചെറുക്കൻ സൈക്കോ ആയിട്ട് 1-2 സീനൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. സോ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പാരന്റിങ്ങിന്റെ പ്രോബ്ലം ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതായത് ഈ ചെറുക്കന്റെ ലൈക്സും ഡിസ്ലൈക്സും ഒന്നും ഈ ചെറുക്കന്റെ പാരന്റ്സ് നോക്കുന്നില്ല. ഈ ചെറുക്കന്റെ അച്ഛന് വന്നിട്ട് ഡോക്ടർ ആവണം, അതുകൊണ്ട് മകനെ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം, പക്ഷെ നടന്നില്ല, അതുകൊണ്ട് മകൻ ഡോക്ടർ ആവണം. അതേപോലത്തെ ചെറുക്കൻ എന്താ ഇഷ്ടം എന്നുള്ളത് അമ്മ നോക്കാറില്ല. ഏത് നേരം പഠിക്കി പറഞ്ഞിട്ട് ആ ചെറുക്കൻ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് മാറ്റിയതാണ്. സോ അതൊക്കെ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ഈ സിനിമ പറയുന്നുണ്ട്. ടുവേർഡ്സ് എൻഡൊക്കെ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറെ സീൻസ് കാണിക്കും. ഇപ്പൊ നമ്മൾ ഞെട്ടിയിരിക്കുമ്പോൾ അതൊരു ഇല്യൂഷൻ ആണ് എന്നുള്ള രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ കുറെ ഇല്യൂഷൻ ഒക്കെ ആകുമ്പോൾ പേഷ്യൻസ് ടെസ്റ്റർ എന്നുള്ള രീതിയിൽ ആണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി എനിക്ക് ആദ്യത്തെ 1/2 മണിക്കൂർ ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ കൊണ്ട് കൊളമാക്കിയ ഒരു പടമായിട്ടാണ് തോന്നിയത്. ഇപ്പൊ ഒരു സീനിന് വേണ്ട എക്സ്പ്ലനേഷൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവർ തരിക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ശരിക്കും ക്ഷമ നശിച്ചു പോകും. കണ്ടു തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നി. ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റ് ഉള്ളെങ്കിൽ പോലും. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടു. ആമസോൺ പ്രൈമിൽ അവൈലബിൾ.